Hi guys, for more videos subscribe to my channel. നമ്മുടെ സ്വത്തും ഒക്കെ കൊണ്ട് നമ്മള് സിനിമയിലെ ഡ്രൈവേഴ്സ് അവരെ വിശ്വസിച്ചാണ് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോകാൻ അൺടൈമിൽ യാത്ര ചെയ്യുന്നത്. ഒരിക്കലും ഇത്തരം യാതൊരു അപകടങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ഡ്രൈവറാണോ എന്ന് ഈ മത്സരസുനിയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഇവർക്കൊക്കെ ആര് മെമ്പർഷിപ്പ് കൊടുക്കും? നമ്മുടെ ഡ്രൈവേഴ്സാണ് അങ്ങനെ പെരുമാറുന്നവരെയല്ല ഒരിക്കലും അവരെ വിശ്വസിച്ച് സുഖമായിട്ട് ബാക്ക് സീറ്റ് തലേണ വെച്ച് നിങ്ങളിടന്ന് ഉറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പേടിയാകുന്നത് അത് കേൾക്കുമ്പോൾ. ഇത്രയും നാളായി ഇതിന്റെ ഒരു ചാനലിൽ ഞാൻ പരാതികളുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഇമോഷണലാണ്. ഒത്തിരി വിഷമം തോന്നും. എനിക്കൊരു പെൺകുഞ്ഞുണ്ട്. ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്ത് ദിലീപിന് അദ്ദേഹത്തിനും അതൊരു പെൺകുഞ്ഞ്. അതൊക്കെ മനസ്സിൽ ഓർത്താ കൊള്ളാം. ഈശ്വരനെ ഓർത്താ കൊള്ളാം. ആരുടെയും ചാക്ക് പിടിച്ചു പറ്റും. ഇവിടെ ശ്രീമതി ഉർവശി ഒരു ഡ്രൈവർ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഉപദ്രവിച്ചു എന്നുള്ളതല്ല. 2013 മുതൽ ഇങ്ങോട്ട് മുൻപ് 2 തവണ ആക്രമിക്കാൻ ശ്രമിച്ചു. അത് 2 തവണയും നടന്നില്ല. ആ നടിയുടെ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. പിന്നെയാണ് ഇങ്ങനൊരു കുറ്റകൃത്യം നടത്തുന്നത്. അങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തിയ തീരൂ. കാരണം ആ കുട്ടിയുടെ കല്യാണം നടക്കുകയാണ്. അതിനു മുൻപ് ഫോട്ടോഗ്രാഫ്, ഒറിജിനൽ ഫോട്ടോഗ്രാഫ് വേണമെന്ന് നിർബന്ധിച്ചാണ് ഈ ഡ്രൈവർ അയച്ചത് എന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? തീക്കൊള്ളി മാത്രം വലിയൊരു വൻ അഗ്നിബാധയുടെ ഒരു തീപ്പെട്ടിക്കൊള്ളി മാത്രമാണ് ഈ കുട്ടി. ആക്രമിക്കപ്പെട്ട കുട്ടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു കുട്ടിയാണ്. കാരണം അവർക്ക് ഇങ്ങനെ ഒരു ദുരന്തം വന്നെങ്കിൽ മാത്രമേ ഇവിടെയുള്ള മലയാള സിനിമയിലെ ചില ആൾക്കാര്, അത് ഡയറക്ടേഴ്സായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് സൂപ്പർ താരങ്ങളൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഒരു നടിക്ക് എത്ര കഴിവുണ്ടെങ്കിലും മലയാള സിനിമയിൽ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സിനിമ കൊണ്ടുവന്നതിന്റെ അന്ത്യമാണിവിടെ. അത് അന്ത്യമാണിവിടെ. കാരണം ജനങ്ങളും മീഡിയ, ഞാൻ മലയാളത്തിലെ മാധ്യമങ്ങളോട് പ്രത്യേകം എന്റെ ഹൃദയം പറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ കാരണമാണ് കൊണ്ടുവന്നത്. നിങ്ങൾ പ്രഷർ ചെയ്താണ് പോലീസിന് ഇത്രയും ഊർജ്ജം കൊടുത്തത്. കേരള പോലീസിന് ഇത്രയും ഊർജ്ജം കൊടുത്തത് അങ്ങനെയാണ്. എന്നാൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലേക്ക് ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു ഉണ്ടാവാൻ പാടില്ല. ആദ്യം ഒരു നടനിൽ നിന്ന് തുടങ്ങി അദ്ദേഹത്തിന് താല്പര്യമുള്ളത് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, താല്പര്യമില്ലാത്തതിന് പാടില്ല. അങ്ങനെയായി ഇന്നത് മറ്റു നടന്മാരിലേക്കും വ്യാപിച്ചു. അക്കാര്യത്തിൽ ഇവരെല്ലാരും പിന്നെ ഒറ്റക്കെട്ടായി സ്ഥാപിത താല്പര്യങ്ങളുള്ള സംവിധായകരെ അവരിട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ നടപ്പിലാവുമെങ്കിൽ മാത്രമായി അതിനേക്കാൻ പറ്റും. ഇപ്പോ അങ്ങനെയാണ് അല്ലേ? ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവർ, അവരുടെ ഗുഡ് ബുക്കിലുള്ള ആളുകൾ മാത്രം അഭിനയിച്ചാൽ മതി എന്നുള്ളതാണല്ലേ അവസ്ഥ? അങ്ങനെ തന്നെയാണ് അവസ്ഥ. അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പുതിയ ഡയറക്ടേഴ്സ് പുതിയതായിട്ട് വരുന്ന പിള്ളേർ ഡയറക്ട് ചെയ്യുന്ന ഉടനെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെയും പറയുക ഇത് തന്നെയാണ്. അവര് പുതിയ ആൾക്കാരായിട്ടോ പുതിയ ചെറുപ്പക്കാരായിട്ടോ പടങ്ങൾ എടുത്തന്നെ ഓക്കെ. അതല്ലാതെ സൂപ്പർ താരങ്ങളായിട്ട് പുതിയ ആൾക്കാർ സൂപ്പർ ആവുമ്പോൾ വീണ്ടും ആ പഴയ രീതിയിലോട്ട് മാറുകയാണ്. ആ അവസ്ഥയ്ക്ക് ഇതൊരു വലിയ അന്ത്യമാണ്. അതിനൊരു പാവപ്പെട്ട കുട്ടി ഇരയായേണ്ടി വന്നു. അതിനൊരു വലിയ വേദനയുണ്ട്. പക്ഷെ അങ്ങനെ തന്നെ പറ്റും. അല്ല, നമുക്ക് അന്ത്യമായി എന്ന് പറയാൻ പറ്റുമോ? ഈ അമ്മ ഇതിനു ശേഷം യോഗം ചേർന്നപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ നടിമാർ അടക്കമുള്ള ആളുകൾ കൂക്കി വിളിക്കുകയാണ് ചെയ്തത് മാധ്യമ പ്രവർത്തകരെ. അതൊരു വിവരക്കേട് കൊണ്ടാണ്, വിവരമില്ലായ്മ കൊണ്ടാണെന്ന് വേണം പറയാൻ. അത്തരം ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ എത്രയോ കാലമായിട്ട് ഞാൻ ഒതുങ്ങിയിരിക്കുന്നതിന്റെ കാരണവും എന്റെ വ്യക്തിപരമായ കാരണങ്ങൾ വേറെ, അത് വേറെ കാര്യം. ആ കാര്യങ്ങളിലൊന്നും എനിക്ക് ആരോടും വിശദീകരണം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നടി എന്നുള്ള നിലയ്ക്ക് ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ ആണെങ്കിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരവസ്ഥ വരുന്നത് പുതിയതായിട്ട് വരുന്ന പല കുട്ടികളും നമ്മളോട് വേദനയോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യും ചേച്ചി ഞങ്ങള്? അപ്പൊ എന്ത് നഷ്ടപ്പെടുത്തിയാലും സിനിമ വേണം എന്ന് വിചാരിക്കുന്നവരാണോ എന്നുള്ളത് അവർക്ക് അഭിനയിക്കാം. അതല്ല, നമ്മൾ നല്ല രീതിയിലേ നിൽക്കൂ എന്നാണെങ്കിൽ അങ്ങനെ. പക്ഷെ എന്ത് തന്നെയായാലും ഇതൊരു ഏറ്റവും നല്ലൊരു ട്രെൻഡിന്റെ തുടക്കമാണ്. പക്ഷെ അതൊരു ട്രെൻഡ് ആകുമോ? കാരണം ഇതേ വിഷയം അമ്മയുടെ പ്രസിഡന്റിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. മോശമാണ് എങ്കിൽ, സ്ത്രീകൾ മോശമാണെങ്കിൽ ചിലപ്പോൾ അവരങ്ങനെ നിന്നു കൊടുക്കുമായിരിക്കും. അങ്ങനെ അല്ലാതെ ഇവിടെ ഒരു പ്രശ്നമേ ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ഞങ്ങളുടെ വീട്ടിനകത്ത് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും അവനവന്റെ വീട്ടിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. അതിപ്പം പുറത്തുള്ളവർ ചോദിക്കുമ്പോൾ ഞങ്ങളുടേതായ മാന്യതയിലല്ലേ പറയാൻ പറ്റും. ഇല്ല, പ്രശ്നമുണ്ട്, കുഞ്ഞമ്മയും കൊച്ചച്ഛനോട്ട് പ്രശ്നമുണ്ട്, അല്ലെ ചേട്ടനും ചേച്ചിയായിട്ട് പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മാന്യത കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെ കണക്കാക്കി വെറുതെ വിടുക പാവം. ഇന്നത്തെ ചേട്ടൻ വലിയ സീരിയസ് സംഭവം ആക്കണ്ട, എന്റർടൈൻ ചെയ്യിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് ഇത് വേദനയില്ലെന്ന് ഒന്നുമല്ല. ഇതിനകത്ത് നല്ല പ്രസിഡന്റായിട്ട് ഇത്രയും വർഷമായിട്ട് നന്നായിട്ടൊക്കെ പുതിയത് ആളാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഇതും അതുപോലൊരു കോമഡിയായി പോയത് എല്ലാവർക്കും വ്യക്തമായി.
ഇന്നിപ്പോൾ അമ്മ ദിലീപിനെ പുറത്താക്കാൻ തീരുമാനമെടുത്തു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ചെറുപ്പക്കാരായ താരങ്ങൾ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ്. ഇനി ദിലീപും ഒപ്പം ഞങ്ങളും ഒരുമിച്ച് ഈ സംഘടനയിൽ ഉണ്ടാകില്ല എന്ന് അതിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് മെമ്പറായ പെൺകുട്ടിക്ക് പറയേണ്ടി വന്നതിന് ശേഷമാണ് ദിലീപിനെ പുറത്താക്കാനുള്ള ഏകകണ്ഠമെന്ന് വിശേഷിപ്പിക്കുന്ന തീരുമാനമെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇത്രയും സംഭവം ഉണ്ടായതിനു ശേഷവും സമ്മർദ്ദവും നിർബന്ധവും ഒക്കെ വേണ്ടിവരുന്നു എന്നുള്ളത് എന്തിന്റെ സൂചനയാണ്? അല്ല, സമ്മർദ്ദം എന്നുള്ളതല്ല. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു സംഘടന അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ പ്രശ്നങ്ങളെ എല്ലാവരും കൂട്ടായിട്ട് നിന്ന് അത് പരിഹരിക്കണം എന്നുള്ളതിന്റെ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. ഇവരെ ഇമോഷണലായിട്ട് സംസാരിച്ചെന്ന് വേണം കരുതാൻ. അതിപ്പോ പക്ഷെ മാധ്യമങ്ങൾ ഈ കേസ് എങ്ങനെയും പുറത്തു കൊണ്ടുപോകുന്നുള്ള താല്പര്യത്തോട് നിൽക്കുമ്പോ അതിനകത്ത് കുറച്ച് അഗേൻസ്റ്റാണ് ഒരു പെരുമാറിയപ്പോ നിങ്ങൾക്കും വിഷമമുണ്ടായി, കേട്ടായി ഞങ്ങൾക്കും വിഷമമുണ്ടായി, ശരിയാണ്. പക്ഷെ അതിനെ അതിന്റേതായ രീതി മാത്രം കണ്ടു നിർദ്ദയപ്പെടണം. അത് ഒരിക്കലും അതിനകത്തൊരു ഒരു എന്താ പറയുക ഒരു ക്രൂരമായ ചിന്താഗതിയോട് പറഞ്ഞതല്ല. ഉപേക്ഷേട്ടാനും ഗണേശേട്ടാനും എല്ലാവരും എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് ഇറങ്ങുന്ന ആൾക്കാരല്ലേ. ശരി, അതാണ് ഉർവശിയുടെ അഭിപ്രായം. വളരെ നന്ദി ഷൂട്ടിങ്ങിനിടയിലും ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ എ റഹീം, നേരത്തെ എനിക്ക് താങ്കളോട് തന്നെയാണ് ചോദിക്കാൻ. For more